ഓസ്ട്രേലിയയിൽ നിന്നുള്ള ശാസ്ത്രസംഘം ഉൾപ്പെടെ 74 യാത്രക്കാരുമായാണ് കപ്പൽ യാത്ര പുറപ്പെട്ടത്. ഓസ്ട്രേലിയൻ നാവികൻ ഡഗ്ലസ് മാവ്സന്റെ അന്റാർട്ടിക് പര്യവേഷണത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് കപ്പൽ യാത്ര പുറപ്പെട്ടത്. 50 ശാസ്ത്രജ്ഞരെ കൂടാതെ വിനോദസഞ്ചാരികളും നാവികരുമാണ് കപ്പലിലുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കപ്പൽ മഞ്ഞുപാളികൾക്കിടയിൽ കുടുങ്ങിയത്. കനത്ത കാറ്റും മഞ്ഞുവീഴ്ചയും മൂലം നാവികർക്ക് ദിശ തെറ്റിയതാണ് കപ്പൽ മഞ്ഞുപാളികൾക്കിടയിൽ കുടുങ്ങാൻ കാരണം. കപ്പലിലുണ്ടായിരുന്ന ന്യൂ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ക്രിസ് ടർണിയാണ് യൂട്യൂബിലൂടെ ഇക്കാര്യം പുറംലോകത്തെ അറിയിച്ചത്. മഞ്ഞുപാളികൾ നീക്കുന്ന ചൈനയുടെ ഐസ് ഡ്രാഗൺ എന്ന കപ്പൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലിനടുത്തെത്തി മഞ്ഞു നീക്കാൻ ശ്രമം ആരംഭിച്ചെങ്കിലും വിജയിച്ചില്ല. ഇതേ തുടർന്ന് അറോറ അസ്ട്രാലിസ് എന്ന ഓസ്ട്രേലിയൻ കപ്പലും മഞ്ഞു നീക്കാൻ ശ്രമം ആരംഭിച്ചിട്ടും നടന്നില്ല. 1.3 മീറ്റർ ആഴത്തിലാണ് മഞ്ഞുപാളിയുള്ളത്. If the Aurora Australis can't get through due to the ice conditions, then we'd be looking at using the helicopter from the Chinese vessel to evacuate the passengers. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനം